രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ക്രോധങ്ങ് ഉച്ചസ്ഥായിലായി. സംഹാരരുദ്രനെ പോലെ കവിളുകളെല്ലാം ദേഷ്യം കൊണ്ട് വിറച്ച് രക്തവർണ്ണമായ കണ്ണുകളോടെ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഗുണ്ടകളെയെല്ലാം നിമിഷ നേരം കൊണ്ട് അവ സടകുടഞ്ഞെറിയുന്ന പോലെ തൂക്കി എറിഞ്ഞു. ആ നിമിഷം ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്നും വീണ വടിവാളെടുത്ത് തന്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരെയും രുദ്രൻ വെട്ടി വീഴ്ത്തി. സത്യത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി രുദ്രനിൽ നിന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. രുദ്രന്റെ മുന്നിലേക്ക് വരുന്ന ഗുണ്ടകൾക്കൊന്നും അവന്റെ ക്രോധത്തിന്റെയും ബലത്തിന്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തികഞ്ഞ ഒരു അഭ്യാസിയെ പോലെ അവൻ എല്ലാവരെയും വെട്ടി വീഴ്ത്തി. രുദ്രന്റെ ശ്രദ്ധ ഗുണ്ടകളിലാണെന്ന് കണ്ടതും തേജ തന്റെ കയ്യിലുള്ള വാച്ചിലേക്ക് സമയം നോക്കി. ഇനി 2 നിമിഷമേയുള്ള മുഹൂർത്തം കഴിയാൻ. ഭ്രമതയോടെ നിലത്ത് കിടക്കുന്ന താലിയെടുത്തുകൊണ്ട് തേജ മിത്രയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തലക്ക് വല്ലാത്ത മന്ദതയുള്ളത് കൊണ്ട് തന്നെ മിത്ര അവിടെ ഇരുന്നു പോയതാണ്. പക്ഷേ തന്നെ ആരോ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കണ്ടതും ഭയത്തോടെ അവൾ എഴുന്നേറ്റ് നിന്ന് മുമ്പിലേക്ക് നോക്കിയതും മിത്ര കാണുന്നു മഞ്ഞ ചരടിൽ കോർത്ത ആരിലെ താലിയുമായി തൻ്റെ അടുക്കിലേക്ക് വരുന്ന തേജയാണ്. അവൻ ആ താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് ചേർത്തു. പേടിയോടെ വിറയലോടെ മിത്ര കണ്ണുകൾ അടച്ചു. ഭയത്തോടെ അവൾ എഴുന്നേറ്റ് നിന്ന് മുമ്പിലേക്ക് നോക്കിയതും കാണുന്നു മഞ്ഞ ചരടിൽ കോർത്ത ആരിലെ താലിയുമായി തൻ്റെ അടുക്കലായി അടുത്തു വരുന്ന തേജയാണ്. ഭയന്നുപോയ മിത്ര ഒരൊറ്റ അലറലായിരുന്നു. കണ്ണുകളടച്ച് മിത്ര രുദ്രന്റെ പേര് വിളിച്ചലറിയത്. പെട്ടെന്നാണ് എന്തോ ചൂടുള്ള ദ്രാവകം അവളുടെ മുഖത്തായി തെറിച്ചത്. മുന്നിലേക്ക് നോക്കിയ മിത്ര കാണുന്ന ശരീരത്തിലാകമാനം വെട്ടുകൾ കൊണ്ട് കയ്യിൽ താലിയും പിടിച്ച് ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന തേജയാണ്. തേജയുടെ അവസ്ഥ കണ്ട ഗുണ്ടകൾ ഭയന്ന് നാലുപാട് ഓടി ഒളിച്ചു. ഈ സമയം രുദ്രന്റെ കണ്ണുകൾ പോയത് തേജയുടെ കയ്യിലുള്ള മഞ്ഞച്ചരടിൽ കോർത്ത ആ താലിയിലേക്കായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ നിലത്തിട്ടുകൊണ്ട് രുദ്രൻ ബലമായി തേജയുടെ വലത് കയ്യിൽ നിന്നും താലി പിടിച്ചു വാങ്ങി അവനോടായി അലറിക്കൊണ്ട് പറഞ്ഞു: കാളിയാർ മഠത്തിലെ തേജ് യാദവ്, ഈ നിൽക്കുന്ന മിത്രയെ കിട്ടാനല്ലേ നീ സകല നെറികെട്ട കളികളും കളിച്ചത്? നീ എന്താ എന്നോട് പറഞ്ഞ് ഇവളുടെ കഴുത്തിൽ നീ താലി കിട്ടുമ്പോൾ ഞാനങ്ങ് പരലോകത്ത് എത്തുമെന്നോ? എന്നാ കണ്ണ് തുറന്ന് കാണടാ അതിന്റെ മോനെ. ഇത് തേജയുടെ കയ്യിൽ നിന്നും ബലമായി താലി തട്ടിപ്പറിച്ച് രുദ്രൻ മിത്രയുടെ കഴുത്തിലായി 3 കെട്ട് കെട്ടി. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് മിത്ര തരിച്ച് അവിടെ തന്നെ നിന്നുപോയി. തേജയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു പ്രവൃത്തി. താൻ മിത്രയെ ചാർത്തുവാൻ കയ്യിൽ കരുതിയ താലി ഇപ്പോൾ രുദ്രൻ അവൾ അണിയിച്ചിരിക്കുന്നു. തന്റെ നെറ്റിയിൽ നിന്നുമായി ഒഴുകുന്ന ചുടുരക്തത്തിൽ നിന്ന് അല്പമെടുത്ത് രുദ്രൻ മിത്രയുടെ സീമന്തരേഖ കൂടി ചുവപ്പിച്ചത്. ശ്വാസമെടുക്കാൻ പോലും മറന്ന് തേജ കാഴ്ച നോക്കി നിന്നു. മിത്രക്ക് ഒരു നിമിഷം ഭൂമി നിശ്ചലമായോ എന്ന് പോലും തോന്നി. ഇവളിപ്പോ മിസ്സിസ് മിത്ര രുദ്രദേവ. മിത്രയുടെ തോളിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ തേജയോട് അലറിക്കൊണ്ട് പറഞ്ഞു: ഇല്ല, വീട്ടിലെ രുദ്ര നിന്നെ ഞാൻ വിടില്ല. തേജക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. സമനില തെറ്റിയതുപോലെ അവൻ നിലത്ത് കിടന്ന മൂർച്ചയേറിയ കഠാരിയെടുത്ത് രുദ്രനെ കുത്താൻ വന്നതും അവന്റെ മിഴികൾ മിഴിഞ്ഞു വന്നതും ഒരേ നിമിഷമായിരുന്നു. ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് ഭയന്ന് വിറച്ചുപോയ മിത്ര തന്റെ കൈകൾ കൊണ്ട് വായ പൊത്തി പിടിച്ച് നിന്നു. ചെറിയൊരു നിശ്വാസം തേജയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. രുദ്രന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ അവന്റെ വയറിലൂടെ കയറി ഇറങ്ങി. പോയി ചാവടാ, നീ എന്ന കരിനിഴൽ ഇനി മിത്രയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തോടുകൂടി തേജയുടെ അവസാന. ദേഷ്യം കൊണ്ട് വിറക്കുന്ന മുഖത്തോടെ രുദ്രൻ തേജയുടെ ചെവിയിലായി പറഞ്ഞതും പകയേറിയുന്ന കണ്ണുകളോടെ തേജ എന്തോ അവനോട് പറയാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് വിറച്ച് തേജ അന്ത്യശ്വാസം വലിച്ച് റോഡിലേക്ക് വീണുപോയിരുന്നു. മിത്ര മുന്നിലേക്ക് നോക്കിയതും കണ്ടു ചോരയിൽ കുളിച്ച് കാലഭൈരവനായി നിൽക്കുന്ന രുദ്രന്. മുന്നിലെ കാഴ്ച കണ്ടുനിന്നിരുന്ന മിത്രക്ക് തന്നെ തല പെരിക്കുന്ന പോലെ തോന്നി. അവൾ തലകറങ്ങിക്കൊണ്ട് നിലത്തേക്ക് വീഴാനൊരുങ്ങിയ അതേ സമയം തന്നെയാണ് രുദ്രൻ ഓടി വന്ന് അവളെ താങ്ങി തന്നിലേക്ക് ചേർത്ത് പിടിച്ചത്. അവൾ തൻ്റെ ഇരുകൈകളാൽ അവളെ എടുത്ത് അവനെ തോളിലേക്ക് എടുത്തിക്കൊണ്ട് 2 അടി മുന്നോട്ട് നടന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഈ സമയം ഒളിച്ചു നിന്നിരുന്ന ഗുണ്ടകളെല്ലാം ഓടിപ്പിടിച്ചുകൊണ്ട് തേജയുടെ മൃതശരീരത്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. രുദ്രന്റെ തീക്ഷ്ണതയേറിയ നോട്ടം കണ്ടതും ഗുണ്ടകളെല്ലാം പേടിച്ചു വിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു. മുന്നിൽ നിൽക്കുന്നവന്റെ രക്തം വാർന്നൊഴുകുന്ന മുഖത്തേക്ക് നോക്കാൻ ബാക്കിയുള്ള ഗുണ്ടകളൊന്ന് ഭയന്നു. മിത്ര, അവൾക്ക് കാവലായി രുദ്രദേവ് ഉള്ളിടത്തോളം കാലം ഒരു മക്കളും അവിടെ 7 അയലത്ത് പോലും വന്നു പോരുത്. അങ്ങനെ വന്നാ
അവർ സ്വയം മരണത്തെ പുൽകുന്നതിന് തുല്യമായിരിക്കും. ആ കൊച്ചു പെണ്ണിനെ തോളിലേക്കിട്ട് നടന്നകലുന്നവനെ ഒരു ഭീതിയോടെ അവരെല്ലാവരും നോക്കി നിന്നു. അവൻ നടന്നു നീങ്ങുമ്പോൾ അവന്റെ തോളിലായി കിടക്കുന്ന മിത്രയുടെ കഴുത്തിൽ നിന്നും ആ ആലിലെ താലി തൂങ്ങി ആടുന്നുണ്ടായിരുന്നു. സൂര്യരശ്മികൾ ആ താലിയിൽ പതിഞ്ഞതും ആ താലി ഒന്നുകൂടെ വെട്ടിത്തിളങ്ങി. കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു മിത്രക്ക്. തലക്കാകെ വല്ലാത്തൊരു മരവിപ്പ്. ഒരു നിമിഷം ഗുണ്ടകളെയെല്ലാം രുദ്രൻ വെട്ടിവീഴ്ത്തുന്ന ഓർമ്മയിലേക്ക് വന്നു. മിത്ര കണ്ണുകൾ വലിച്ചു തുറന്നു. കിടന്ന കിടപ്പിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റിരുന്നു പോയതും പെട്ടെന്നാണ് സൂരജ് അവൾ ഇറുകെ കെട്ടിപ്പുണർന്നത്. ഒന്നുമില്ലടാ, ഒന്നുമില്ല, ഏട്ടാ അടുത്തുണ്ട്, മോള് പേടിക്കണ്ട കേട്ടോ. സൂരജിന്റെ ശബ്ദം കേട്ടതും അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന് നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഏട്ടാ, ഏട്ടാ എന്നെ വിട്ടു പോവല്, എനിക്ക് പേടിയാവുന്നു, അയാൾ ഇനിയും വരൂ. ഭയം കൊണ്ട് മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ലടാ വാവേ, ഇനി അവൻ നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല. മോൾക്ക് ഓർമ്മയില്ലേ അവിടെ എന്താണ് നടന്നതെന്ന്? രുദ്രൻ അവനെ ഇല്ലാതാക്കിയതോടുകൂടി ഇനി നിന്റെ ജീവിതത്തിലേക്ക് അവനെന്ന കരിനിലയിൽ ഒരിക്കലും തിരിച്ചു വരില്ല. ആ ഉറപ്പ് പോരെ ഏട്ടൻ്റെ കുട്ടിക്ക്? രുദ്രൻ തേജയുടെ ശരീരത്തിലേക്ക് ആ വടിവാള് കുത്തിക്കയറ്റുന്ന ഓർമ്മയിലേക്ക് വന്നു. ശരീരമൊന്ന് വിറച്ചുപോയി. എങ്കിലും എന്തുകൊണ്ടോ രുദ്രനോട് അവൾക്കൊരു ഭയം തോന്നിയില്ല. അതിൽ സത്യത്തിലും ഇത്ര അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടാൽ ആരായാലും ഒന്ന് ഭയക്കും. പക്ഷേ തനിക്ക് എന്താണ് ഭയം തോന്നാത്തത്? അവൾ അവളോട് തന്നെ ചോദിച്ചു. അതിനുത്തരമെന്നോണം അവളുടെ കൈ അറിയാതെ തന്നെ കഴുത്തിൽ ആലിയ താലിയിലേക്ക് നീണ്ടു. മിത്രയുടെ മുഖഭാവവും അവളുടെ താലിയിലുള്ള പിടുത്തവും കണ്ടതും സൂരജ് അല്പസമയം മുമ്പേ നടന്ന കാര്യങ്ങളൊന്ന് ഓർത്തെടുത്തു. രുദ്രൻ പറഞ്ഞ പ്രകാരം സൂരജ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയായിരുന്നു. ഒബ്സർവേഷൻ റൂമിന്റെ മുമ്പിലിരിക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് സൂരജ് ഓടി വന്നുകൊണ്ട് അവനോടായി ചോദിച്ചു, എന്താടാ, എന്താ സംഭവിച്ച്? മിത്രമോളെവിടെ? പരിഭ്രമത്തോടെ സൂരജ് രുദ്രന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അവന്റെ മറുപിടിക്കുന്നോണം. അവൾ ഒബ്സർവേഷൻ മുറിയിലുണ്ട്. രുദ്രൻ അത്രയും പറഞ്ഞു സൂരജ് മിത്രയുള്ള മുറിയിലേക്ക് കയറാനൊരുങ്ങിയതും പെട്ടെന്നാണ് രുദ്രൻ സൂരജിന്റെ കയ്യിൽ കയറി പിടിച്ചത്. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് സൂരജ് പിന്തിരിഞ്ഞ് രുദ്രൻ പിടിച്ച കയ്യിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. പതിവിലേറെയുള്ള അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും കാര്യമത്ര പന്തിയില്ലെന്നും എന്തോ നടന്നിട്ടുണ്ടെന്ന് സൂരജിന് തോന്നി. എന്താ രുദ്ര? കണ്ണുകൾ കുറുക്കിക്കൊണ്ട് സൂരജ് രുദ്രനോട് ചോദിച്ചു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റായ സൂരജിനോട് പറഞ്ഞു രുദ്രൻ. തേജയെ രുദ്രൻ കൊന്നു എന്നറിഞ്ഞു സൂരജിന് സന്തോഷമായി. പക്ഷേ മിത്രയുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയെന്നറിഞ്ഞതും സത്യത്തിൽ അവനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെയായി പോയി സൂരജിന്. സൂരജിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും രുദ്രൻ സൂരജിനോടായി പറഞ്ഞു, അപ്പോഴത്തെ സാഹചര്യത്തിൽ അവനെ ജയിക്കാൻ വേണ്ടി ഞാൻ അവിടെ കഴുത്തിൽ താലി ചാർത്തിയതാ. ഞാൻ വേണമെങ്കിൽ ആ താലി... നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചിലപ്പോൾ ഇതെല്ലാം വിധിയായിരിക്കാം. ഇങ്ങനെ നടക്കുന്നതായിരിക്കും ദൈവഹിതം. അല്ലെങ്കിലും മിത്രക്ക് ശത്രുക്കൾ കൂടുതലാണ്. അത് മാത്രമല്ല, തേജയുടെ അച്ഛൻ ഭൈരവൻ കൈയും കിട്ടി നോക്കിയിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് ദുരൂഹതകളുള്ള ആളാണ് അയാൾ. അത് മാത്രം, സ്വന്തം മകനെ കൊല്ലപ്പെട്ടത്. ഇനി അയാൾ വെറുതെ ഇരിക്കില്ല. മിത്രയായിരിക്കും അയാളുടെ ലക്ഷ്യം. തൽക്കാലത്തേക്ക് നീ കിട്ടിയ താലയുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. പിന്നെ എന്തെങ്കിലും നിനക്ക് അവൾക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കണം തോന്നിയാൽ ഒന്നിച്ച് ജീവിക്കണം. അതെല്ലാം മറിച്ചാണെങ്കിൽ അങ്ങനെ. പക്ഷേ എന്തായാലും ഇപ്പോൾ ആ താലി അവൾക്കൊരു സുരക്ഷിതത്വമാണ് എല്ലാത്തിൽ നിന്നും. അത്രയും പറഞ്ഞ് സൂരജ് രുദ്രനെ തോളിലും തട്ടിക്കൊണ്ട് ഒബ്സർവേഷൻ റൂമിലേക്ക് കയറാൻ പോയി. പിന്നീട് എന്തോ ഓർത്തെന്ന പോലെ പിന്തിരിഞ്ഞെന്ന് സൂരജ് രുദ്രനോടായി പറഞ്ഞു, രുദ്ര, ഇപ്പോൾ ആരൊന്നും അറിയണ്ട. നാലാമതൊരു വ്യക്തി ഇതൊരിക്കലും അറിയാൻ പാടില്ല. അവൾ പഴയ മിത്രയായിട്ട് തന്നെ തറവാട്ടിലേക്ക് തിരിച്ചു വരണം. എന്തിന് നീ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയെന്ന് ചോദിച്ചാൽ മിത്ര ആരാണെന്നും എന്താണെന്നുള്ള രഹസ്യം മുഴുവൻ നമ്മൾ പറയേണ്ടി വരും. വെറുതെ തറവാട്ടിലുള്ളവരെ കൂടി ഭയപ്പെടുത്തേണ്ട. മാത്രമല്ല, ശ്രീദേവി അപ്പച്ചയും താരപ്പിച്ച് അടങ്ങിയിരിക്കില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. സൂരജ് പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് തോന്നിയ രുദ്രൻ അതിനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. ഓർമ്മയിൽ നിന്ന് തിരിച്ചെത്തിയ സൂരജ് വാത്സല്യപൂർവ്വം മിത്രയെ നോക്കി. കുഞ്ഞി. സൂരജ് മിത്രയെ അതിയായ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തലോടി വിളിച്ച് മിത്ര കരഞ്ഞുകൊണ്ട് കണ്ണുകുളിർത്തി അവനെ നോക്കി. ഏട്ടൻ്റെ കുട്ടി എന്നോടൊരു സത്യം പറയൂ. എന്താ ഏട്ടാ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ രുദ്രൻ നിന്റെ കഴുത്തിൽ താലിയർത്തിയതാണ്. അതിലവന് നല്ല വിഷമമുണ്ട്. മോൾക്ക് ഈ താലികെട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഊരിക്കളഞ്ഞേക്കും. ഒരു നിമിഷം സൂരജ് അങ്ങനെ പറഞ്ഞു ഞെട്ടിക്കൊണ്ട് മിത്ര അവനെ നോക്കി. സത്യത്തിൽ മിത്രയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് സൂരജിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അല്ല മോളെ, ഏട്ടൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ... അരുതേട്ട, അങ്ങനെയൊന്നും പറയരുത്. താലി എന്ന് പറയുന്ന അത്രയും പവിത്രമായ ഒന്നാണ്. സാഹചര്യം ഏതുവാട്ടെ, രുദ്രേട്ടൻ്റെ കഴുത്തിൽ കെട്ടിയ താലി ഞാൻ ഒരിക്കലും അഴിച്ചു മാറ്റില്ല. കാരണം സൂരജ് തന്നെ നെറ്റിയൊന്നും ചുളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. കാരണം ഞാൻ രുദ്രേട്ടനെ പ്രണയിക്കുന്നുണ്ട് ഏട്ട. ഒരു നിമിഷം തലകുനിച്ച് തന്റെ മുമ്പിൽ ഭയത്തോടെ ഇരിക്കുന്ന മിത്രയെ കണ്ടതും ആദ്യം സൂരജ് ഒന്ന് ഞെട്ടി. പിന്നെ അവിടെ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ തന്നെ ചൂണ്ടുവിരൽ കൊണ്ട്
അവളുടെ താടിയിൽ പിടിച്ച് മിത്രയുടെ മുഖമുയർത്തിക്കൊണ്ട് കള്ളച്ചിരിയിരിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. സത്യം? നാണം കൊണ്ട് മിത്രക്ക് സൂരജിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇതൊക്കെ എപ്പോ? മിഴിഞ്ഞ കണ്ണോടെ സൂരജ് അവളോട് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ ചോദിച്ച എപ്പോഴാന്ന് അറിയില്ല. രുദ്രനെ കുറിച്ച് ഓർത്തപ്പോഴേക്കും മിത്രയുടെ മുഖമെല്ലാം ചുവന്തെടുത്ത് പോയിരുന്നു. കള്ളി. എന്നാലേ ഇപ്പൊ ഇതൊന്നും അവനോട് പറയണ്ട. ആ കാണാൻ നിന്നിട്ട് അനക്കും. അതുപോലെ തറവാട്ടിലൊന്നും അവൻ നിന്നെ താലി ചാർത്തിയ കാര്യമൊന്നും ആരും അറിയണ്ട. എപ്പോഴും താലി ആരും കാണാൻ സൂക്ഷിക്കാൻ നീ ശ്രദ്ധിക്കണം. നന്ദനയോട് പോലും ഒന്നും പറയരുത്, മനസ്സിലായല്ലോ? മറ്റൊന്നും കൊണ്ടല്ല മോളെ, സാഹചര്യം ഒത്തുവരുമ്പോൾ നമുക്ക് എല്ലാവരുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം കേട്ടോ. എന്തായാലും അവനെപ്പോലത്തെ ഒരാളിനെ എനിക്കുള്ളത് നല്ലതാണ്. അല്പം ഗമയോടെ സൂരജ് മിത്രയെ തന്റെ അടുക്കളയിൽ ചേർത്തെത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. പിന്നെ ഇക്കാര്യമൊന്നും ഇപ്പൊ അവനോട് ചെന്ന് പറയണ്ട, സമയമാവട്ടെ. സമയവും സന്ദർഭം അനുസരിച്ച് ഏട്ടൻ തന്നെ വലിയ ആഘോഷമായിട്ട് നിന്റെ അവൻ്റെ ഈ വിവാഹം നടത്തി തരും. അതിനു മുമ്പേ നീ ആ കാലിനെങ്കിലും പ്രണയിച്ച് വളക്കാൻ നോക്ക്. സത്യം പറയാലോ, അതെനിക്ക് വലിയൊരു ടാസ്ക് തന്നെ ആയിരിക്കും മോളെ. സൂരജ് താടിക കൈയെടുത്തുകൊണ്ട് മിത്രയോട് പറഞ്ഞു. അത് തന്നെ നന്ദനയും പറഞ്ഞ് ഇടഞ്ഞിൽക്കുന്ന കൊമ്പനെങ്ങനെ നീ തളക്കുന്ന അവളും ചോദിക്കുന്നത്. മിത്ര വലിയ കാര്യം പോലെ സൂരജിനോട് പറഞ്ഞു. ഓഹോ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കരുതി തീരെ ബുദ്ധിയില്ലാത്തവളാണെന്ന്. സംഭവം അവൾ പറഞ്ഞാൽ കാര്യമുണ്ട്. നീ എന്തായാലും ഒന്ന് ആഞ്ഞ് ശ്രമിക്കുക. വിശ്വാമിത്രൻ വരെ ഉർവശിയുടെ തപസ്സിൽ ഇളകിപ്പോയതല്ലേ, പിന്നെയാണോ ഇവൻ? സൂരജ് രുദ്രനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഉർവശിയല്ല, മേനകയാണ് ഏട്ടാ. മിത്ര വായിൽ കൈവച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയും നേരമുണ്ടായിരുന്ന ഒരു അരക്ഷിതാവസ്ഥ പെട്ടെന്ന് മാറിയതുപോലെ സൂരജിന് തോന്നി. രുദ്രന്റെ സംഹാര താണ്ഡവം കണ്ട് പേടിച്ച് വറച്ചിരുന്ന മിത്രയിൽ നിന്നും അവളിപ്പോൾ രുദ്രന്റെ പ്രണയിനിയായി മാറിയതുപോലെ സൂരജിന് ആ സമയം തോന്നി. ഭൈരവന്റെ അലർച്ച കാളിയാർ മഠത്തിനെ പോലും വിറപ്പിച്ച് കളഞ്ഞു. അയാൾക്ക് ഒരേ സമയം തന്നെ ദേഹം തളരുന്ന പോലെ തോന്നി. കണ്ണുകളെല്ലാം ചുവന്ന് നിറഞ്ഞു. അയാൾക്ക് ചുറ്റും ഭൂമി കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ തേജമോൻ അവൻ മരണപ്പെട്ടുന്നോ? എന്റെ മൂർത്തികളെ, നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച എന്നെ നിങ്ങൾ ചതിച്ചോ? മുന്നിലുണ്ടായിരുന്ന പലവിധ നിറത്തിലുള്ള കുങ്കുമങ്ങളെല്ലാം നിറച്ചു വെച്ച തട്ടുകൾ അയാൾ ദേഷ്യം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു. കുങ്കുമവും ഭസ്മവും മറ്റു പല ഹോമത്തിന് ആവശ്യമായിട്ടുള്ള പൊടികളുമെല്ലാം ആ മുറിയിലായി ചിതറി കുറെ അയാളുടെ ദേഹത്തും പടർന്നിരുന്നു. ആ ഒരു നിമിഷം അയാളുടെ സായകൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാൻ തന്നെ ഭയം തോന്നി. അത്രയും ഭീകരമായൊരു രൂപം. തൊട്ടരികിലായി കാണുന്ന മേശന്മേൽ കൈകൾ വെച്ച് അയാൾ ആഞ്ഞ് ശ്വാസം വലിച്ചു. നീണ്ട നേരത്തെ നിശബ്ദത ആ കാളിയാർ മഠത്തിന് ഒന്നുകൂടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കണ്ണുകൾ വലിച്ചു തുറന്ന ഭൈരവന്റെ കണ്ണുകളിൽ ക്രോധാഗ്നി ആളി. രുദ്രദേവ, നീ കൊന്നുകളഞ്ഞതെന്റെ മകനെയാ, ഈ കാളിയാർ മഠത്തിലെ ഭൈരവന്റെ മകനെ. നിന്നെ കൊല്ലാൻ വേണ്ടി അവൻ വരും, എന്റെ മൂത്ത മകനെ. വികർണ. വികർണയുടെ നാമം അവിടെ ഉച്ചരിച്ചതും കഴുകന്മാർ പേടിച്ചിരണ്ട് ആകാശത്ത് വട്ടമിട്ട് പറന്നു. കാക്കകൾ അപശബ്ദം പുറപ്പെടുവിച്ച് മരങ്ങളിൽ നിന്നും പേടിച്ച് മറ്റിടങ്ങളിലേക്ക് ഓടി ഒളിച്ചു. കാർമേഘം ഉരുണ്ടുമൂടി ഭൂമി പൊട്ടുമാറ് വലിയ മിന്നലുകൾ ഭൂമിയിൽ വിറപ്പിച്ചുകൊണ്ട് താണ്ഡവമാടി. വികർണന്റെ നാമം ഉച്ചരിച്ചതും അത്രയും നേരം ഭൈരവന്റെ മുറിയിൽ നിന്ന് എല്ലാവരുടെയും കാതുകളിൽ ജീവനോടെ കത്തിയരിച്ച് 100 കൂട്ടം ആൾക്കാരുടെ കരച്ചിൽ ചീളുകൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. നിമിഷ നേരം കൊണ്ട് ഭയത്താൽ അവരുടെ ശരീരമെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഒബ്സർവേഷൻ മുറിയിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സൂരജിനെ കണ്ടതും രുദ്രന്റെ മനസ്സും തണുത്തു. എടാ രുദ്ര, ഞാൻ ബില്ലടിച്ചു വരാം, നീ ഇവിടെ തന്നെ കാണണം. മിത്ര, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? രുദ്രൻ ചോദിക്കാൻ അല്പം മടിയുണ്ടെങ്കിലും അവൻ സൂരജിനോട് ചോദിച്ചു. അതിന് സൂരജ് തന്റെ മുഖത്ത് വിരിഞ്ഞു വരുന്ന പുഞ്ചിരി മറക്കാൻ പാടുപെട്ടുകൊണ്ട് രുദ്രനോടായി പറഞ്ഞു. കുഴപ്പമില്ല, നീ അവിടെ അടുത്ത് നിന്നിരിക്കും, ഞാനിപ്പോൾ വരാം. അത്രയും പറഞ്ഞ് സൂരജ് രുദ്രന്റെ മറുപടി കാത്തിൽക്കാതെ വേഗത്തിൽ നടന്നകന്നു. രുദ്രൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മിത്ര എന്തൊക്കെയാ ആലോചിച്ച് താലിൽ തിരിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വരുന്ന പോലെ തോന്നിയ മിത്ര മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുക്കിലേക്ക് വരുന്ന രുദ്രനെ. അവനെ കണ്ടതും അത്രയും നേരമില്ലാത്തൊരു വെപ്രാളം അവളെ പൊതിയുന്നത് പോലെ മിത്രക്ക് തോന്നി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ രുദ്രൻ പിന്നീടെന്തോ ഓർത്ത പോലെ പിന്തിരിഞ്ഞു വന്നു മിത്രയുടെ മുഖത്തേക്ക് തന്നെ മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.